നമസ്കാരം. ചൈനയുടെ ആയുധബലത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇന്ത്യക്കെതിരെ പോരാടാൻ തുനിഞ്ഞിറങ്ങിയ പാകിസ്ഥാനെ ആടപടലം തേച്ചൊട്ടിച്ചു വിട്ട പാരമ്പര്യമാണ് നമുക്കുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആനയുണ്ട് അംബാനിയുണ്ടെന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ചൈനയുടെ കയ്യിൽ ഒരു രാജ്യത്തിന് സംരക്ഷിക്കാനുള്ള ഒരു കോപ്പും ഇല്ല. എന്നിരുന്നാലും ഇന്നും സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ പല രാജ്യങ്ങളും ചൈനയുടെ സഹായം തേടി പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ചൈന അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അവിടെയും ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചൈനയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ രാജ്യം ഇടപെടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചൈനയുടെ ചതിക്കണിയിൽ ഇതിനോടകം നിരവധി രാജ്യങ്ങൾ അകപ്പെട്ടിട്ടുമുണ്ട്. സഹായം തേടുന്ന രാജ്യങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന ചൈന കണ്ണുവെക്കുന്നത് അവരുടെ ഏതെങ്കിലും പ്രധാന സ്ഥാപനങ്ങളെ ആയിരിക്കും. നിലവിൽ 75 രാജ്യങ്ങളാണ് ചൈനയുടെ ചതിയിൽപ്പെട്ടിരിക്കുന്നത്. കടം കൊടുത്ത് സഹായിച്ച പാവപ്പെട്ട രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം തന്നെ ചൈന കൈവശപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ഗവേഷണ സ്ഥാപനമായ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 75 ദരിദ്ര രാജ്യങ്ങൾ എല്ലാം കൂടി ചൈനയിൽ നിന്ന് $22 മില്യൺ കടം വാങ്ങിയിട്ടുള്ളത്. ഈ ദശകം അവസാനിക്കുന്നതിന് മുൻപ് ഇനി അങ്ങോട്ട് ചൈന കടം നൽകുന്നതിനേക്കാൾ കൊടുത്ത കടം തിരികെ പിടിക്കാനായിരിക്കും ശ്രമിക്കുക എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കടം വാങ്ങിയ ചില രാജ്യങ്ങൾ ആരോഗ്യം, വിദ്യാഭ്യാസം, കാലാവസ്ഥാ വ്യത്യാസം തുടങ്ങിയ മേഖലകളിലാണ് പണം വിക്ഷേപിച്ചിട്ടുള്ളത്. ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ചൈന കടം കൊടുക്കുന്നത് നിർത്തിവെക്കാൻ നീക്കം നടത്തുന്നത്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ സിഗ്നേച്ചർ ബെൽറ്റ് ആൻഡ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രകാരമാണ് വായ്പകൾ പ്രധാനമായും നൽകിയിട്ടുള്ളത്. ആഗോള അടിസ്ഥാന സൗകര്യ നിക്ഷേപ പദ്ധതിയാണ് ഇത്. സ്കൂളുകൾ, പാലങ്ങൾ, ആശുപത്രികൾ എന്നിവ മുതൽ പ്രധാന റോഡുകൾ, തുറമുഖം, എയർപോർട്ടുകൾ എന്നിവയിൽ വരെ നിക്ഷേപിക്കാനായിട്ടാണ് നൽകുന്നത്. 2016 മാത്രം ചൈന $50 ബില്യൺ ഇത്തരത്തിൽ കടമായി നൽകിയത്. വികസ്വര രാജ്യങ്ങളെയാണ് ഇക്കാര്യത്തിൽ ചൈന പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഈ സന്ദർഭത്തിലാണ് കടം നൽകി പല രാജ്യങ്ങളെയും കുടുക്കാൻ ചൈന ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നത്. ചൈനയിൽ നിന്ന് കടം വാങ്ങിയ രാജ്യമായ ലാവോസ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആഭ്യന്തര ഊർജ്ജ മേഖലയിൽ നടത്തിയ അമിതമായ നിക്ഷേപമാണ് ലാവോസിനെ കടക്കെണിയിലാക്കിയത്. ഹോണ്ടുറാസ്, നിക്കരാഗ്യ, ഡോളമൻ ദ്വീപുകൾ, ബുർക്കിന ഫാസോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളും ചൈനയുടെ കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ലാവോസ്, മംഗോളിയ തുടങ്ങിയ ചില തന്ത്രപരമായ പങ്കാളികൾക്കും അർജന്റീന, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ നിർണായക ധാതുക്കളും ലോഹങ്ങളുമുള്ള രാജ്യങ്ങൾക്കും ചൈന ധനസഹായം നൽകുന്നത് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ചൈന തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് വളരെ കുറച്ച് ഡാറ്റ മാത്രമേ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ എന്നാണ് വാസ്തവം. നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും മാലദ്വീപും എല്ലാം തന്നെ ചൈനയിൽ നിന്ന് വായ്പ എടുത്തതിന്റെ പേരിൽ വൻ ദുരിതം അനുഭവിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.